ഒരു വാർത്തയിലേക്ക് പോകണം. ഗസ സമാധാന കരാറിന്റെ ആദ്യഘട്ടമായ ബന്ദിമോചനം തുടങ്ങി. ഹമാസ് വിട്ടു നൽകുന്ന ബന്ദികളെ സ്വീകരിക്കാനുള്ള ഒരുക്കങ്ങൾ ഇസ്രായേലിൽ പൂർത്തിയായിരിക്കുകയാണ്. ആദ്യഘട്ടത്തിലുള്ള ബന്ദികളെ മോചിപ്പിച്ചു തുടങ്ങിയെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത്. 2000-ഓളം ഇസ്രായേൽ ബന്ദികളാണ് ഹമാസ് ഇത്രയും നാൾ തങ്ങളുടെ പക്കൽ വിടാതെ വെച്ചിരുന്നത്. അവരിൽ ആദ്യഘട്ടമായ ആളുകളെ 3 ഘട്ടമായാണ് ബന്ദിമോചനം. ഷാം അൽ ഷെയ്ഖ് ഗാസ ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പുറപ്പെട്ട ഡൊണാൾഡ് ട്രംപ് ഇസ്രായേലിലെത്തി എന്ന വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. ഇന്ത്യ അടക്കം 20-ലധികം രാജ്യങ്ങളാണ് ഈ ഉച്ചകോടിയുടെ ഭാഗമാകുന്നത്. അഭിലാഷ് വിവരങ്ങൾ പങ്കുവെക്കും. അഭിലാഷ്, ആദ്യഘട്ടം ആരംഭിച്ചു. ഇതുവരെ കാര്യങ്ങളെല്ലാം സുഗമമാണ് എന്ന് മനസ്സിലാക്കാം അല്ലേ? രഞ്ജിത്ത്, കഴിഞ്ഞ 2 വർഷമായി ലോകം മുഴുവൻ കാത്തിരുന്ന നിമിഷത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. വരുന്ന അല്പസമയത്തിനകം തന്നെ ബന്ദികളെ കൈമാറും. ഹമാസ് പിടിച്ചു വെച്ചിരുന്ന ഇസ്രായേലി ബന്ദികളെ ഉടൻ തന്നെ കൈമാറും. അതുപോലെ ഇസ്രായേൽ പിടിച്ചു വെച്ചിരുന്ന പലസ്തീനികളെയും അല്പസമയത്തിനകം കൈമാറും. ഇത് രഞ്ജിത്ത് പറഞ്ഞതുപോലെ 3 ഘട്ടമായിട്ടാണ് ബന്ദി കൈമാറ്റം നടക്കുക. അതിൽ ആദ്യ ഘട്ടം എന്ന നിലയിൽ 7 ബന്ദികളെയാണ് ഹമാസ് ഇന്ന് അല്പസമയത്തിനകം വിട്ടു നൽകാൻ പോകുന്നത്. അതുപോലെ തന്നെ ഇസ്രായേൽ 250 പലസ്തീനികളെയും ആദ്യഘട്ടമെന്ന നിലയിൽ ഇപ്പോൾ വിട്ടു നൽകും. ഇപ്പോൾ ഖാൻ യൂനിസിൽ നമ്മൾ കാണുന്നത് പോലെ ഖാൻ യൂനിസിലെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ റെഡ് ക്രോസിന്റെ വാഹനങ്ങളുണ്ട്, ഗാസ സെക്യൂരിറ്റി ഒഫീഷ്യൽസ് ഉണ്ട്, അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഹമാസിന്റെ സൈനികരും അവിടെ എത്തിയിട്ടുണ്ട്. ഈ ബന്ദികളെ കൈമാറുന്നതിന് തൊട്ട് മുമ്പുള്ള ചില ഒരുക്കങ്ങളാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇസ്രായേലി അതിർത്തിയിൽ വിട്ടു നൽകിയ ബന്ദികളെ കൊണ്ടുപോകാനുള്ള വൻ സന്നാഹം ഹെലികോപ്റ്ററടക്കം ഇസ്രായേലി അതിർത്തിയിൽ എത്തിക്കഴിഞ്ഞു. മാത്രമല്ല, ടെൽ അവീവിൽ ബന്ധുക്കളെ തങ്ങളുടെ 2 വർഷമായി തങ്ങൾ കാണാൻ കാത്തിരുന്ന, അവരെ വിട്ടുകിട്ടാനായിട്ട് തെരുവിൽ സമരം കിടന്ന ബന്ധുക്കളടക്കം ടെൽ അവീവിൽ അവരെ കാത്തു നിൽക്കുന്ന കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇസ്രായേലിന്റെ തെരുവോരങ്ങളിൽ ഡൊണാൾഡ് ട്രംപിന്റെ പടവും ഇസ്രായേലിന്റെ പതാകയും വരച്ച് താങ്ക് യു ട്രംപ്, നന്ദി ട്രംപ്, ഈ ഒരു യുദ്ധം അവസാനിപ്പിച്ചതിന്, ഈ തങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ബന്ധുക്കളെ അതിൽ കുറച്ചുപേരെങ്കിലും തിരികെ എത്തിക്കാൻ സഹായിച്ചതിന് തുടങ്ങി ട്രംപിന് വലിയ രീതിയിൽ നന്ദി പറയുന്ന ചിത്രങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ കാണുന്നത് ഖാൻ യൂനിസിലെ ചിത്രമാണ്. അവിടെ നിരവധി ആളുകൾ, ഗാസ സെക്യൂരിറ്റി ഒഫീഷ്യൽസ് അടക്കം നിൽക്കുന്നുണ്ട്. അതുപോലെ ടെൽ അവീവിൽ തങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട, തങ്ങൾ 2 വർഷമായി കാണാൻ കാത്തിരുന്ന ബന്ധുക്കളെ, അവരുടെ ചിത്രങ്ങളും കൂടി ചേർത്ത് പിടിച്ചുകൊണ്ടാണ് ഇപ്പോൾ ടെൽ അവീവിൽ ആളുകൾ കാത്തു നിൽക്കുന്നത്. യുദ്ധത്തിന് 2 വർഷമായി 2023 ഒക്ടോബർ 7-ന് തുടങ്ങിയ യുദ്ധം ഇന്നിപ്പോൾ 2 വർഷങ്ങൾ പിന്നിട്ട് ദിവസങ്ങൾ കൂടി കഴിയുമ്പോൾ അത് അവസാനിച്ചിരിക്കുന്നു എന്നുള്ള സന്തോഷമാണ് ടെൽ അവീവിലെ ആളുകൾക്ക്, ലോകത്തിലെ മുഴുവൻ ആളുകൾക്ക്, പലസ്തീനിലെ ഗാസയിലെ ആളുകൾക്ക് എല്ലാവർക്കും ഒരു സംതൃപ്തി നൽകുകയാണ്. ഇപ്പോൾ നമ്മൾ കാണുന്നത് അവിടെ തങ്ങളുടെ പ്രിയപ്പെട്ടവരെ കാത്തു നിൽക്കുന്ന ബന്ധുക്കളാണ്. ഗാസയുടെ അതിർത്തി പ്രദേശങ്ങളിൽ, ഗസയുടെ അതിർത്തി പ്രദേശങ്ങളിൽ തങ്ങളുടെ പ്രിയപ്പെട്ടവർ 3 വർഷമായി ഹമാസിൻ്റെ കസ്റ്റഡിയിലാണ്. നമുക്കറിയാം, ഹമാസ് നടത്തിയ ആക്രമണം, അതിനെ തുടർന്ന് നിരവധി ആളുകളെ അവർ പിടിച്ചുകൊണ്ടുപോയിരുന്നു. അതിൽ 20ഓളം ആളുകൾ മാത്രമാണ് ഇപ്പോൾ ജീവിച്ചിരിക്കുന്നത് എന്നാണ് ഒരു കണക്ക് ഉള്ളത്. നിരവധി ആളുകൾ കൊല്ലപ്പെട്ടിരുന്നു. ബന്ദികളായിരിക്കെ ഹമാസിൻ്റെ പക്കൽ നിന്ന് കൊല്ലപ്പെട്ട ആളുകൾ കൂടിയുണ്ട്. ആ ദൃശ്യങ്ങൾ അഭിലാഷ് തുടരാം. ഇപ്പോൾ നമ്മൾ കാണുന്നത് ബന്ദി മോചിപ്പിക്കുന്നതിന് ഖാൻ യൂനിസിലെ ദൃശ്യങ്ങളാണ്. അവിടെ 7 ബന്ദികളെ ഇസ്രായേലിൽ നിന്ന് പിടിച്ചുകൊണ്ടുപോയ 7 ബന്ദികളെ ഹമാസ് ഇപ്പോൾ റെഡ് ക്രോസിന് കൈമാറിയിരിക്കുന്നു എന്നുള്ള ദൃശ്യങ്ങളാണ് പുറത്തു വരുന്നത്. അതിൻ്റെ വിവരങ്ങൾ കേട്ട് ആഹ്ലാദിക്കുന്ന ടെൽ അവീവിലെ ജനങ്ങളെ നമുക്കിപ്പോൾ സ്ക്രീനിൻ്റെ മറുവശത്ത് കാണാൻ കഴിയുന്നുണ്ട്. ഖാൻ യൂനിസിൽ ഈ ബന്ദികളെ കൈമാറുന്ന ദൃശ്യങ്ങൾ കാണുന്നു. അവിടെ നിരവധി ആളുകളുണ്ട്. അതിൽ റെഡ് ക്രോസിൻ്റെ ആളുകളുണ്ട്, ഹമാസിൻ്റെ ആളുകളുണ്ട്, ഗാസയിലെ സാധാരണക്കാരുണ്ട്. അങ്ങനെ വലിയ രീതിയിലുള്ള 2 വർഷമായി കാത്തിരുന്ന ഒരു വലിയ ആകാംക്ഷയോടെ കാത്തിരുന്ന എന്ന് സംഭവിക്കുമെന്ന് ലോകം മുഴുവൻ പ്രാർത്ഥിച്ച ദിവസമാണ് ഇന്നിപ്പോൾ വന്നു ചേർന്നിരിക്കുന്നത്. അതിൻ്റെ ആദ്യ ഘട്ടമാണ് ഇവിടെ നടക്കുന്നത്. ഇതിന് 2 ഘട്ടമായിട്ട് കൂടുതൽ നെറ്റ്സാരിം കോറിഡോറിലും ഇനി അല്പസമയത്തിനകം കുറച്ച് ബന്ദികളെ കൈമാറും. അതിൽ കൂടുതലും പലസ്തീനികളായിരിക്കും ഇസ്രായേൽ ഗാസയിലേക്ക് പറഞ്ഞയക്കുക. ഇതിപ്പോൾ എന്തായാലും ഇന്ന് ഗാസ ഉച്ചകോടി ഷാം അൽ ഷെയ്ഖിൽ
ഷാമൽ ഷെയ്ഖിൽ നടക്കുന്ന വലിയൊരു ഗാസ സമ്മിറ്റിനോട് 20ഓളം രാജ്യങ്ങൾ അവിടെ പങ്കെടുക്കുന്നുണ്ട്. ആ ഒരു ഉച്ചകോടി നടക്കുന്നതിന് മുമ്പ് തന്നെ ബന്ദികളുടെ കൈമാറ്റം നടക്കുമെന്ന് ഹമാസ് പറഞ്ഞിരുന്നു. ആ പറഞ്ഞ വാക്ക് ഹമാസ് പാലിച്ചിരിക്കുന്നു. ഇപ്പോൾ ബന്ദികളെ കൈമാറുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വലിയ രീതിയിലുള്ള വലിയ ആശ്വാസം നൽകുന്ന വാർത്ത തന്നെയാണ്. കാരണം കഴിഞ്ഞ 2023 ഒക്ടോബർ 7 മുതൽ നമ്മൾ വളരെ വലിയ സമരങ്ങളും ഇസ്രായേലിനെതിരെ വലിയ രീതിയിലുള്ള സമരങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ നടത്തി ഒടുവിൽ ഇപ്പോൾ ആ ഒരു നമ്മൾ കാത്തിരുന്ന നിമിഷം എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. എന്തായാലും 7 ബന്ദികളെ, അതിൽ 20 പേരുടെ പേരുകളും പുറത്തുവിട്ടിരുന്നു. ഹമാസിന്റെ കയ്യിൽ ബാക്കിയുള്ള, അതായത് 250ഓളം പേരെ പിടിച്ചുകൊണ്ടുപോയതിൽ ഈ ജീവനോടെയുള്ള 20 പേരുടെ പേര് ഇപ്പോൾ നേരത്തെ പുറത്തുവിട്ടിരുന്നു. അതിൽ അവരെയാണ് ഇപ്പോൾ ഇന്ന് 3 ഘട്ടമായി മോചിപ്പിക്കാൻ പോകുന്നത്. ബാക്കിയുള്ള 14 പേരെയും വരുന്ന മണിക്കൂറുകളിൽ തന്നെ മോചിപ്പിക്കുമെന്നുള്ളതാണ് വിവരം. അതിൽ ഇനി ബാക്കിയുള്ളതിൽ മൊത്തം 48 പേർ അവരുടെ കയ്യിൽ അവശേഷിച്ചിരുന്നു. അതിൽ 26 പേർ കൊല്ലപ്പെട്ടു എന്നുള്ളത് സ്ഥിരീകരിച്ചിരിക്കുന്നു. അതിൽ ഇനി 2 പേരുടെ സ്ഥിതി എന്താണ്, നില എന്താണെന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. എന്തായാലും ബന്ദികളെ തിരിച്ചെത്തിക്കാൻ, അല്ലെങ്കിൽ തങ്ങളുടെ ഉറ്റവരെ തിരിച്ചെത്തിക്കാൻ ഇസ്രായേലിൻ്റെ ഹെലികോപ്റ്ററുകൾ ഇസ്രായേൽ പലസ്തീൻ അതിർത്തിയിൽ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ബന്ദികൾ മോചിപ്പിക്കുന്നതിനനുസരിച്ച് ഇവിടുന്ന് റെഡ് ക്രോസിന്റെ വാഹനത്തിൽ അതിർത്തിയിലേക്ക് എത്തിക്കും. ആ റെഡ് ക്രോസിന്റെ അതിർത്തിയിൽ എത്തിച്ച ശേഷം ഹെലികോപ്റ്ററിൽ കയറ്റി സ്വന്തം നാട്ടിലേക്ക് കൊണ്ടുപോകും. ആശുപത്രിയിലേക്കായിരിക്കും ആദ്യം കൊണ്ടുപോവുക. എന്തായാലും തങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ബന്ധുക്കൾ തിരിച്ചെത്തുന്നതും കാത്ത് ടെൽ അവീവിൽ ഒരുപാട് പേർ കാത്തിരിക്കുന്നുണ്ട്. അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വിവരം, അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ന് ഇസ്രായേൽ പാർലമെന്റിൽ എത്തും. അവിടെ സംസാരിക്കും. അതിനുശേഷം ഇസ്രായേലിന്റെ പരമോന്നത ബഹുമതി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ഇസ്രായേലിന്റെ പരമോന്നത ബഹുമതി ഇന്ന് കൈമാറുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വിവരം. അതിനുശേഷമായിരിക്കും ഡൊണാൾഡ് ട്രംപ് ഈജിപ്തിലേക്ക് പോവുക. അവിടെ നടക്കുന്ന ഗാസ സമാധാന ഉച്ചകോടിയിൽ പങ്കെടുക്കുക. ഡൊണാൾഡ് ട്രംപും അതുപോലെ ഈജിപ്തുമാണ് അവിടെ ഈ ഒരു ഗാസ സമ്മിറ്റിന് അധ്യക്ഷത വഹിക്കുക. ഇന്ത്യ അടക്കമുള്ള നിരവധി രാജ്യങ്ങളെത്തും. ഈ ഗാസ സമ്മിറ്റിലായിരിക്കും പ്രധാനപ്പെട്ട ഗാസയുടെ ഭാവി എന്താണ്, ഗാസയിൽ ഇനി എന്താണ് സംഭവിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുക. അതുപോലെ ആ ഗാസയുടെ റീകൺസ്ട്രക്ഷൻ, ഗാസയെ പുനർനിർമ്മിക്കുന്നതിൻ്റെ മുൻഗണന, അല്ലെങ്കിൽ അതിന് മുന്നിൽ നിന്ന് നയിക്കാൻ ബ്രിട്ടൻ തയ്യാറാണെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ നേരത്തെ പറഞ്ഞിരുന്നു. അതുപോലെ സമാധാന കരാർ നിലവിൽ വന്നതിന് പിന്നാലെ, ബന്ദികളെ മോചിപ്പിക്കാമെന്ന് പറഞ്ഞതിന് പിന്നാലെ ജർമ്മനി ഇസ്രായേലിന് മേൽ കൽപ്പിച്ചിരുന്ന ഉപരോധം, ആയുധ കൈമാറ്റത്തിനുള്ള ഉപരോധം നീക്കുന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അതായത് ഗാസയും ഹമാസും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം അവസാനിക്കുന്നു എന്നുള്ള ഒരു പ്രതീതി, അല്ലെങ്കിൽ അതിന് വെടിനിർത്തൽ നിലവിൽ വന്നപ്പോൾ തന്നെ ഇസ്രായേലിനു മേലുള്ള ഉപരോധങ്ങൾ എടുത്തു നീക്കാൻ ലോകരാജ്യങ്ങൾ തയ്യാറാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. എന്തായാലും നേരത്തെ ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞത് തങ്ങളുടെ യുദ്ധത്തിൻ്റെ എല്ലാ ലക്ഷ്യങ്ങളും തങ്ങൾക്ക് നേടാനായില്ലെങ്കിൽ പോലും ഇപ്പോൾ നിലവിൽ ഒരു ജയിച്ചു നിൽക്കുന്നത് ഇസ്രായേൽ തന്നെയാണ് എന്നുള്ളൊരു രീതിയിലാണ് ബെഞ്ചമിൻ നെതന്യാഹു നേരത്തെ സംസാരിച്ചിരുന്നത്. അതുപോലെ IDF, ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ്, ഇതുപോലൊരു വലിയ വിജയമായി തന്നെ ഈ യുദ്ധത്തെ കണക്കാക്കുന്നു. 2 വർഷം നീണ്ട യുദ്ധം ഏറെക്കുറെ അവസാനിച്ചു എന്നുള്ളൊരു നിലയെത്തിയപ്പോഴേക്കും വിജയം തങ്ങളുടെ ഭാഗത്താണെന്നുള്ള പ്രഖ്യാപനം ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സസ്, ഇസ്രായേൽ സൈന്യം പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇപ്പോൾ നിലവിൽ എന്തായാലും വരുന്ന ദിവസങ്ങളിൽ ഇപ്പോൾ 20 വ്യവസ്ഥകളാണ് ഡൊണാൾഡ് ട്രംപ് ഹമാസിനും ഇസ്രായേലിനും മുന്നിൽ വെച്ചത്. ആ 20 വ്യവസ്ഥകളും ഇരു ഭാഗങ്ങളും തുടരണം. അപ്പോൾ മനോഭരത് കൂടി അഭിലാഷിനൊപ്പം ചേരും. ഇപ്പോൾ നമ്മൾ കാണുന്ന ദൃശ്യങ്ങൾ ലോകമാകെ മാസങ്ങളായി വർഷങ്ങളായി കാത്തിരുന്ന ദൃശ്യങ്ങളാണ്. തങ്ങളുടെ ഉറ്റ സുഹൃത്തുക്കളെ കാത്തിരിക്കുന്ന ഒരു കൂട്ടം ജനങ്ങളാണ്. ആ ദൃശ്യങ്ങളിലേക്ക് ഒന്ന് പോകാം. സമാധാനത്തിലേക്ക് പലസ്തീൻ അടുക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ.